നിനക്കാരോടാണോ ഇഷ്ടം അവരുടെ കൂടെയായിരിക്കും നീ. നിനക്ക് അള്ളാഹുവിനോടും റസൂലിനോടുമാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ചുള്ളവരുടെ കൂടെ നിന്നെ കാണാം ഈ ലോകത്ത്. അവരോട് നിനക്ക് വെറുപ്പാണെങ്കിൽ അവർക്ക് വെറുപ്പുള്ളവരുടെ കൂടെ നിന്നെ കാണാം. നാം ആരുടെ കൂടെ നിൽക്കുന്നു എന്നതാണ് നമുക്കാരോടാണ് ഇഷ്ടം എന്നതിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൻ്റെ ആളുകളുടെ കൂടെയാണോ എങ്കിൽ നിങ്ങൾ അഹ്ലുസുന്നയെ സ്നേഹിക്കുന്ന ആളാണ്. നിങ്ങൾ ബിദ്അത്തിൻ്റെ ആളുടെ കൂടെയാണോ എങ്കിൽ നിങ്ങൾ ബിദ്അത്തിനെ സ്നേഹിക്കുന്ന ആളാണ്. അത് വളരെ ലളിതമായ തത്വമാണ്, മനുഷ്യൻ അംഗീകരിക്കുന്ന കാര്യമാണ്. ഇന്നക മഅമൻ അഹ്ബബ്ത. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇത്രയധികം ഞങ്ങൾക്ക് സന്തോഷം നൽകിയ മറ്റൊരു വാർത്തയില്ല. കാരണം അവരൊക്കെ ഒരു മനസ്സിലൊരു ദുഃഖം കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്താണ് ആ ദുഃഖം? ജീവനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് അവർക്കിഷ്ടം. പക്ഷേ പരലോകത്ത് റസൂലാകട്ടെ മഖാമുൻ മഹ്മൂദിൽ ഏറ്റവും വലിയ സ്ഥാനത്ത്. ഈ ഫ്രണ്ട്ഷിപ്പ് മരണത്തോടുകൂടി നിന്നു പോകുമോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷേ സഹാബത്തിന് സമാധാനമായി അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം അവർക്കുണ്ട് എങ്കിൽ പരലോകത്ത് നബിയുടെ കൂടെ കൂടാമെന്നാണ്.